إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة فكل ضلالة في النار أيها الناس اتقوا الله عباد الله أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون ആദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പരമകാരുണികനായ പടച്ചതമ്പുരാന്റെ വിധിവിലക്കുകൾ ഏതേത് സാഹചര്യങ്ങളിലും പരമാവധി പകർത്തിയും പാലിച്ചും ജീവിക്കുവാൻ എന്നോടും നിങ്ങളോടും വളരെ ആത്മാർത്ഥമായി ഉണർത്തുകയാണ്, വസിയത്ത് നൽകുകയാണ്. അത്തരുണത്തിൽ ജീവിതം മുന്നോട്ട് നയിക്കുവാനും അവസാനം റബ്ബുൽ ഇസ്സത്തിനെ വിജയികളായി കണ്ടുമുട്ടാനുമുള്ള തൗഫീഖ് നൽകി അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, പരിശുദ്ധ റമദാൻ എന്ന വിരുന്നുകാരന്റെ കാലൊച്ചകൾക്ക് കാതോർത്തുകൊണ്ടാണ് നമ്മളെല്ലാവരും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പരിശുദ്ധ റമദാൻ ഏകദേശം നമ്മുടെ കൺമുന്നിൽ എത്തി നിൽക്കുകയാണ്. വർഷത്തിൽ ഒരിക്കൽ വരുന്ന അതിഥിയാണ് റമദാൻ. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് ഏറ്റവും കൂടുതൽ ആനന്ദദായകമായ സവിശേഷമായ സാഹചര്യങ്ങളും പലവിധ നന്മകളും പലവിധ ബറക്കാത്തുകളും നൽകിക്കൊണ്ടാണ് ആ വിരുന്നുകാരൻ തിരിച്ചു പോകാറുള്ളത്. ആത്മാർത്ഥമായി ഇഖ്ലാസോടുകൂടി ഇബാദത്തുകളിൽ ഏർപ്പെടുന്ന ഒരു മുസൽമാന് പരിശുദ്ധ റമദാൻ എന്ന് പറഞ്ഞാൽ അവന്റെ സീസണാണ്. എന്നാൽ അശ്രദ്ധരായി കഴിഞ്ഞു പോകുന്ന ആളുകൾക്ക് മറ്റു 11 മാസങ്ങളെ അപേക്ഷിച്ച് ഭക്ഷണത്തിൽ ചില വ്യത്യാസങ്ങൾ ഒഴിച്ചാൽ ബാക്കിയെല്ലാം പഴയതുപോലെ തന്നെയുമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും പരിശുദ്ധ റമദാനിനെ നല്ലോണം ഒന്ന് പരിഗണിക്കേണ്ടതുണ്ട്. വളരെ ആത്മാർത്ഥമായിട്ടാണ് പറയുന്നത്. എല്ലാ ഖുതുബകളും നമുക്കറിയാം, ശഅബാനിന്റെ അവസാനത്തിലും റമദാനിന്റെ ആദ്യത്തിലും റമദാനെ വരവേൽക്കുന്ന കാര്യങ്ങളാണ് എല്ലാവരും പറയുക. എന്നാൽ സവിശേഷമായ ചില സ്ഥാനം നമ്മൾ പ്രിയപ്പെട്ടവരെ റമദാന് നൽകേണ്ടതുണ്ട്. കഴിഞ്ഞ റമദാനിൽ അല്ലാഹു അക്ബർ എന്ന്
പള്ളി മിനാരങ്ങളിൽ നിന്ന് മഗ്രിബിന്റെ ബാങ്കുലി ഉയർന്ന സമയത്ത് തീന്മേശകളിലെ ഓരോ പലഹാരവും നമുക്ക് മുന്നിലേക്ക് നീട്ടിത്തന്നിരുന്ന ചിലർ ഒരുപക്ഷെ ഈ റമദാനിൽ നമ്മുടെ കൂടെ ഉണ്ടായി എന്ന് വരില്ല. നമ്മെ അതിഥിയായി ക്ഷണിച്ചിരുന്ന നമ്മുടെ കുടുംബക്കാരൻ, നമ്മുടെ സ്നേഹിതൻ, നമ്മുടെ പാർട്ട്ണർ ഒരുപക്ഷെ ഈ റമദാനിൽ ചിലർക്കുണ്ടാവില്ല. എന്തിനേറെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ സഫിൽ പോലും എന്റെ മനസ്സിൽ നിന്ന് പോകാത്ത ഒന്ന് രണ്ട് മുഖങ്ങളുണ്ട് ഇവിടെ. ചെറിയ പ്രായത്തിൽ തന്നെ, വാർദ്ധക്യമൊന്നും വരാതെ തന്നെ അള്ളാഹുവിന്റെ വിളിക്കുത്തരമേകി പിരിഞ്ഞുപോയവരാണവർ. അള്ളാഹു അവർക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിതത്തിലെ സവിശേഷമായ മുഹൂർത്തങ്ങളിൽ നമ്മളെല്ലാവരും ഓർക്കുകയും ആനന്ദിക്കുകയും ആഗ്രഹിക്കുകയും ആവർത്തനത്തിനു വേണ്ടി ദുആ ചെയ്യുകയും ചെയ്യുന്ന മാസമാണ് പരിശുദ്ധ റമദാൻ. അത് കൈമുതലാക്കിയ ആളുകൾക്കറിയാം അതിന്റെ ഗാംഭീര്യം എത്രയാണ് എന്ന്. മറ്റു 11 മാസങ്ങളെ പോലെ കച്ചവടത്തിലും കഥപറച്ചിലും യാത്രകളിലും ഉറക്കങ്ങളിലും മുഴുകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ റമദാനിൽ അവർക്ക് വല്ലാതൊന്നും കിട്ടാനില്ല. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഭൗതികമായ മുന്നൊരുക്കങ്ങളൊക്കെ പലരും നടത്തിയിട്ടുണ്ട്. എന്നാൽ ആത്മീയമായ തലത്തിൽ മാനസികമായ ഒരുക്കങ്ങൾ എന്തു പറയാനാണ്? എല്ലാ റമദാനും പോലെ വരും, പള്ളിയിൽ പോകും, പള്ളിയിൽ പോകാതിരിക്കും, ഷോപ്പിങ്ങിന് പോകും, പെരുന്നാൾ ഡ്രസ്സുകൾ വാങ്ങും, പെരുന്നാൾ വരും, അങ്ങനെ അത് കഴിഞ്ഞു പോകും. എന്നിടത്തേക്ക് പ്രിയപ്പെട്ടവരെ നമ്മൾ ചുരുക്കരുത്, ഒരിക്കലും ചുരുക്കരുത്. കാരണം പരിശുദ്ധ റമദാൻ മതി ഒരു മനുഷ്യനെ അവന്റെ മുച്ചൂടും സ്ഫുടം ചെയ്ത് പാരത്രിക ലോകത്തെ ഉന്നതമായ വിജയത്തിലേക്ക് എത്തിക്കാൻ. ഒരൊറ്റ റമദാൻ മതി ഒരു മുസൽമാന്. അവൻ സൂക്ഷിച്ച് കൈകാര്യം ചെയ്താൽ അത്രയും പ്രതിഫലമാണ് റഹ്മാനായ റബ്ബ് പരിശുദ്ധ റമദാനിൽ അവന്റെ അടിമകൾക്ക് ഓഫർ ചെയ്തിരിക്കുന്നത്. ഒരുപാട് റമദാൻ കഴിഞ്ഞു പോയിട്ടുണ്ട്. പലതും പല നിലക്ക് ആലോചിക്കുമ്പോൾ നഷ്ടപ്പെട്ടു പോയവരാണ് നമ്മളെല്ലാവരും. എത്ര തറാവീഹുകൾ അശ്രദ്ധരായി നമസ്കരിച്ചവരാണ് നമ്മൾ. എത്ര പകൽ നോമ്പുകൾ അല്ലേ? ആളുകളുടെ ഒരു ധാരണ 24 മണിക്കൂറല്ല 12 മണിക്കൂറാണ് നോമ്പെന്ന പലരുടെയും ധാരണ. ആ ധാരണയാണ് ആദ്യം തിരുത്തേണ്ടത്. ഒരു മുസൽമാൻ 24 മണിക്കൂറാണ് നോമ്പ്. 24 മണിക്കൂർ അവൻ മുച്ചൂടും ശ്രദ്ധിച്ച് തവക്കുൽ ചെയ്ത് തഖ്വയോടുകൂടി ജീവിച്ചാൽ, പൂർത്തീകരിച്ചാൽ അതാണ് ഒരു മുസൽമാന്റെ ഒരു നോമ്പ്. മനുഷ്യൻ എന്ന നിലയ്ക്ക് ഭക്ഷണത്തിന്റെ കാര്യത്തിൽ മാത്രം അവന്റെ ജീവൻ നിലനിൽക്കാൻ, അവൻ ആരോഗ്യത്തോടുകൂടി ഇബാദത്ത് ചെയ്യുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭക്ഷണത്തിന്റെ നിയന്ത്രണം പാതിയാക്കി എന്ന് മാത്രം. ബാക്കി ഒന്നും മഗ്രിബിന് ശേഷം അനുവദിച്ചതല്ല. മഗ്രിബിന്റെ മുമ്പ് അനുവദിക്കാത്ത ഒന്നും മഗ്രിബിന് ശേഷം അനുവദിച്ചിട്ടില്ല മുസൽമാന്, ഭക്ഷണമല്ലാത്തതൊന്നും. മനസ്സിലായില്ലേ? ആളുകൾ നോമ്പ് നോറ്റാൽ പറയും, പറയണ്ട മഗ്രിബിന് ശേഷം നമുക്ക് കാണാന്ന് പറയും. ആരതോ ഒരാളുടെ മറ്റൊരു തിന്നാനാണ്. പുകവലിക്കാരൻ എടുത്തു വെക്കും. മഗ്രിബിന് ശേഷം മക്കൾക്ക് ഫ്രൂട്ട്സ് വാങ്ങുന്നതിനോടൊപ്പം ഈ മനുഷ്യൻ ഇത് വാങ്ങും. എന്തിന്? മഗ്രിബിന് മുമ്പ് പാടില്ലെന്ന് അയാൾക്കറിയാം. മഗ്രിബിന് ശേഷം പാടുണ്ടെന്ന് ആര് പറഞ്ഞതാ? അങ്ങനെ പലതും ബാക്കി അത് ഉപയോഗിക്കുന്ന ആളുകൾക്കറിയാം. മഗ്രിബിന്റെ മുമ്പ് പാടില്ലാത്ത പല ദുസ്വഭാവങ്ങളും മഗ്രിബിന് ശേഷം TV ഓണാക്കുന്നു. മഗ്രിബിന് മുമ്പ് പാടില്ല, മഗ്രിബിന് ശേഷം പാടുണ്ട്, മഗ്രിബിന് മുമ്പിൽ പാടില്ലാത്ത അങ്ങനെ പലതും മഗ്രിബിന് ശേഷം പാടുണ്ട് എന്ന് നിലച്ചിരിക്കുന്നു നമ്മളെല്ലാവരും. അവിടെയാണ് പ്രിയപ്പെട്ടവരെ നമ്മളുടെ പരിശുദ്ധത നഷ്ടപ്പെടുന്നത്. അവിടെയാണ് എല്ലാം ബാത്തിലാവാണതോടെ. പരിശുദ്ധ റമദാനിൽ പ്രിയപ്പെട്ടവരെ മുഴുവനും നിയന്ത്രിക്കണം. നാവും വയറും മാത്രമല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യന് എന്തെല്ലാം അവയവം തന്നിട്ടുണ്ടോ ആ അവയവങ്ങളെല്ലാം നിയന്ത്രിക്കപ്പെടുന്ന ഒരു കളരിയാണ് പരിശുദ്ധ റമദാൻ. ഇതിപ്പോഴേ പറയുന്നത് എന്തിനാണെന്നറിയോ? ഒന്ന് ഒരുങ്ങാനുള്ള സമയവും കൂടി നമ്മുടെ മുന്നിലുണ്ട്. എല്ലാ മേഖലയിലും കച്ചവടം ചെയ്യുമ്പോൾ വാതോരാതെ ഡയലോഗ് അടിക്കുന്ന മനുഷ്യന്മാരെ നിയന്ത്രിച്ചോളി. നിങ്ങൾ അറിയാതെ നിങ്ങളെ നോമ്പ് പോകും, നിഷ്ഫലമായി പോകും. അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പ് നിഷ്ഫലമാകുന്ന കാര്യങ്ങളിൽ ഏറ്റവും അപകടം പിടിച്ചതായി പറഞ്ഞത്
ഒരു മനുഷ്യൻ നോമ്പ് നോൽക്കുന്നു, പക്ഷേ തന്റെ സ്വന്തം സഹോദരനുമായോ സുഹൃത്തുമായോ അയാൾക്ക് ബന്ധമില്ല, ഇപ്പോൾ കുടുംബ ബന്ധമില്ല, ഇപ്പോൾ സാഹോദര്യ ബന്ധമില്ല, ഇപ്പോൾ അവർ തമ്മിൽ വെറുപ്പിലാണ്. ആ ആള് പോലും പ്രിയപ്പെട്ടവരെ നോമ്പ് നോക്കണ്ട, ആ ആള് പോലും നോമ്പിനൊരുങ്ങണ്ട. അവർക്കുള്ള ചാൻസാണ് ഈ വരുന്ന 10-11 ദിവസം, വരുന്ന റമദാനാണ്. പ്രിയപ്പെട്ട സഹോദര, നമ്മൾ രണ്ടുപേരും ഇങ്ങനെ അകന്നു ജീവിച്ചാൽ നമ്മളുടെ 30 ദിവസ ദിനരാത്രങ്ങളിൽ ഇബാദത്തുകൾ അല്ലാഹു എടുക്കില്ല. ചിന്തിച്ചു നോക്കി, ഇപ്പോഴും എടുക്കൂല. തിങ്കളും വ്യാഴവും നമ്മുടെ അമലുകൾ ആകാശത്തേക്ക് ഉയർത്തപ്പെടുമെന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാവരുടെയും അല്ലാഹു എന്ത് ചെയ്യും? സ്വീകരിക്കും. ഒരുത്തന്റെ ഒഴികെയാണ് പറഞ്ഞത്. ആരാണവൻ? അല്ലാഹു പറയും അത്ര അവിടെ നിൽക്കട്ടെ. അവനും അവന്റെ കൂട്ടുകാരനും തമ്മിൽ ചില പ്രശ്നം ബാക്കി കിടക്കുന്നുണ്ട്, അവരകന്നിട്ടാ ഉള്ളത്. അത് നന്നായിട്ട് നമുക്കത് ഉയർത്താം എന്ന് പറഞ്ഞ് അവിടെ വെക്കുന്ന റമദാനിലല്ല, ബാക്കി എല്ലാ ദിവസവും. റമദാനിലോ നമ്മൾ ഈ വിശന്ന് ത്യാഗം ചെയ്ത് പ്രയാസപ്പെട്ട് നോമ്പെടുത്തിട്ട് ആ നോമ്പ് നാളെ റബ്ബിന്റെ കോടതിയിൽ അതിന്റെ ജസാവുമായി പോയാൽ, അന്വേഷിച്ചു പോയാൽ, അതിന്റെ ഹിസാബ് എടുക്കുന്ന സമയത്ത് ഒന്നും ഉണ്ടാവില്ല കിതാബിൽ. ആ അവസ്ഥ നമുക്കുണ്ടാവരുത്. ആളുകൾ വിചാരിക്കും ഖത്തീബ് കുത്തുബ അങ്ങനെ ഉഷാറാക്കുകയാണ്, ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നം മൂപ്പർക്ക് അറിയൂല, ഓൻ എന്നോട് ചെയ്തത് എന്താന്ന് ഇയാൾക്കറിയാതെ ഇയാൾ ഇങ്ങനെ വർത്താനം പറയുന്നത് എന്നൊക്കെ നമുക്ക് ഇങ്ങനെ ശൈത്താൻ പറഞ്ഞു തരും. പക്ഷേ പ്രിയപ്പെട്ടവർ, ഒരു കാര്യം ഉറപ്പാണ്, തന്റെ സഹോദരനുമായി മുമ്പുള്ളതുപോലത്തെ ബന്ധമില്ലാതെ തെറ്റിക്കിടക്കുന്ന, കുടുംബ ബന്ധം മുറിച്ചു കിടക്കുന്ന ആരെങ്കിലും ഉണ്ടോ, അയാൾ റമദാന് വല്ലാതെ പെയിന്റ് അടിച്ചിട്ടൊന്നും ഇറങ്ങിയിട്ട് കാര്യമില്ല എന്നർത്ഥം. വേഗം പോയിട്ട് നന്നാകുക. മരിക്കുന്ന തടിയാ നമ്മുടേത്. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, നമ്മുടെ ഇതിന്റെ എല്ലാം പിന്നണിയിൽ അമരത്ത് നിൽക്കുന്ന ഒരാള് ഈ അടുത്ത് മരിച്ചില്ലേ? ബഹുമാന്യനായ അദ്ദേഹം അല്ലാഹു സ്വർഗം നൽകട്ടെ. അടുത്ത റമദാനിൽ എല്ലാവരും ഉണ്ടാകുമെന്ന് ഉറപ്പുള്ളവർ ഒന്ന് കൈപൊക്കിയേ എന്ന് പറഞ്ഞാൽ പൊക്കാൻ പറ്റുമോ? നമുക്ക് എല്ലാവർക്കും ഉറപ്പുള്ള ഒരു കാര്യം മരിക്കുന്നുള്ള കാര്യം. അടുത്തൊരാൾ ജനിക്കുമെന്നുള്ള കാര്യം പോലും നമുക്ക് എന്തില്ല, നിസ്സംശയം പറയാൻ കഴിയില്ല. പക്ഷെ ഇത് ഉറപ്പാണ്, മരിക്കും. പിന്നെ പ്രായത്തിന്റെ പ്രശ്നമുണ്ടോ പ്രിയപ്പെട്ടവര്? പ്രശ്നമില്ല. ഇത് പറഞ്ഞു തരുന്ന അടുത്തൊരു റമദാനിലെ ഖുതുബ നിങ്ങൾ സങ്കല്പിച്ചു നോക്കിയേ, സങ്കല്പിക്കാൻ പോലും പറ്റില്ല. ജീവച്ഛവങ്ങളായിട്ട് കിടക്കുന്ന പലരും സ്ട്രോക്ക് ബാധിച്ച് അവരെല്ലാം കണ്ണീരിലായിപ്പോൾ. റമദാൻ എന്ന് കേൾക്കുമ്പോൾ അവർ കരയാണ് കട്ടിൽ നിന്ന്. ഒരു കാലത്ത് 5 നേരം പള്ളിയിൽ കുറ്റിയടിച്ചിരുന്നവർ, ബാങ്കും ഇഖാമത്തും മാത്രമല്ല, അവർക്ക് പണി പള്ളിയിലായിരുന്നു, പണിക്ക് പോലും പോകില്ലെന്ന് തോന്നിപ്പോകും. അങ്ങനെ ഇബാദത്തുകൾ വാരിക്കൂട്ടിയവർ. നിങ്ങൾക്കറിയോ, ഒരു ജമാഅത്തിന് വന്നാൽ ബാങ്കിന് ശേഷം ഇഖാമത്ത് വരെയുള്ള സമയത്ത് ഖുർആൻ ഓതും, അരജുസോളം ഓതും. ജമാഅത്ത് കഴിഞ്ഞാൽ വീണ്ടും അരജുസ് ഓതും, അങ്ങനെ ഒരു ജുസ്. അങ്ങനെ എല്ലാ വക്തിലും അങ്ങനെ 5 ജുസ് ഓതിക്കഴിഞ്ഞാൽ 30 ദിവസം കഴിയുമ്പോൾ എത്ര ജുസ് ആകും? 150 ജുസ്. അതായത് 5 ഖത്മുൽ ഖുർആൻ അയാൾക്ക് കംപ്ലീറ്റ് ആക്കാൻ കഴിയും. എന്തെങ്കിലും പണിയുണ്ടോ? ഒരു പണിയുമില്ല. എന്ത് മതി? ബാങ്കിന്റെ തൊട്ട് മുമ്പ് പള്ളിയിലെത്തിയാൽ മതി. സുബ്ഹാനല്ലാഹ്. അങ്ങനെ എത്ര ആളുകൾ, എത്ര വയസ്സന്മാരാ പ്രിയപ്പെട്ടവര്, വിരല് വെച്ചിട്ട് 1ാം ക്ലാസ് ഓതുന്ന പോലെ ഓതുക. ഇപ്പോഴും തപ്പിത്തടഞ്ഞ് ഖുർആൻ ഓതുന്നതിന്റെ പ്രതിഫലം ഉണ്ടല്ലോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ട് അപാരമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇറങ്ങണം. ഇതിന്റെ കുത്തുബ ഒരു ആവേശം ഉണ്ടാവാൻ വേണ്ടിയിട്ട് പറയല്ല, നമ്മളെല്ലാരും ഒന്ന് ഒരുങ്ങിയേ തീരും. ആ ഖുർആനൊക്കെ ഒന്ന് എടുത്ത് വായിക്കാൻ തീരുമാനിക്കുക. റമദാൻ ഒറ്റ കാര്യം മുന്നിൽ വെച്ചാൽ മതി. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 2 ആളുകളുടെ മരണം അല്ലാഹുവിന്റെ റസൂൽ സഹാബത്തിനോട് പറഞ്ഞു. ഒരാൾ ഷഹീദായിക്കൊണ്ടാണ് മരണപ്പെട്ടത്, രണ്ടാമത്തെ ആള് സാധാരണ മരണം വരിച്ചു, കട്ടിലിൽ കിടന്നു മരിച്ചതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ 2 ആളുകളിൽ ആദ്യമായി സ്വർഗത്തിലേക്ക് പ്രവേശിച്ച് ഉന്നതമായ സ്ഥാനത്തെത്തിയവർ ഈ രണ്ടാമതായി മരിച്ച സാധാരണ മരണം മരിച്ച ആളാന്ന് പറഞ്ഞപ്പോ സഹാബികളാകെ അമ്പരന്നുപോയി, അത്ഭുതപ്പെട്ടു. അല്ലാഹുവിന്റെ റസൂലേ, ഷഹീദുകളെക്കാളും കൂലിയോ? ഷഹീദായി മരിച്ചവനേക്കാളും സ്ഥാനം മറ്റേ ആൾക്കോ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഈ ഷഹീദ് മരണപ്പെട്ടതിന്റെ 1 വർഷത്തിന് ശേഷമാണ് ഇയാൾ മരിച്ചത്. അയാൾക്കൊരു റമദാൻ കിട്ടിയിട്ടില്ലേ എന്ന് സഹാബത്തിനോട് അങ്ങോട്ട് ചോദിച്ചത്ര റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖാലു ബല, അല്ലാഹുവിന്റെ റസൂലേ ശരിയാണ്, അത് തന്നെയാണ് കാരണമെന്ന് മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലം. 50, 55, 60 വയസ്സുള്ളവരാണ് എന്റെ മുന്നിൽ കൂടുതലുള്ളത്. ഇത്രയും കാലത്തെ റമളാൻ അങ്ങോട്ട് മയച്ചു കളഞ്ഞു. ഈ ഒരൊറ്റ റമളാൻ മതി പ്രിയപ്പെട്ടവരെ, നമുക്ക് സ്വർഗം കിട്ടും. ഒറ്റ റമളാൻ, ഈ 30 ദിവസങ്ങൾ അച്ചിട്ടെടുക്കുക, മാർക്ക് ചെയ്തെടുക്കുക, ഓരോ ദിവസങ്ങളും പ്ലാൻ ചെയ്യുക, എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുക, ബാക്കിയെല്ലാം മറ്റുള്ള ആളുകളെ ഏൽപ്പിക്കുക. ചിലതൊന്നും ഈ മാസം ചെയ്യണ്ടെന്ന് തീരുമാനിക്കുക. മനസ്സിലായില്ലേ? തിരക്കൂട്ടിയിട്ടൊന്നും ചെയ്യണ്ട. അത് നമുക്ക് ഇൻഷാ അല്ലാഹ് ശവ്വാൽ വരട്ടെ, അന്നേക്ക് മാറ്റി നിർത്താം. എന്തെല്ലാം നീക്കി വെക്കുന്നവരാ നമ്മള്, എന്തെല്ലാം നീട്ടിവെക്കുന്നവരാ നമ്മള്. അങ്ങനെയെല്ലാം നീട്ടിവെച്ചൊന്ന് ഫ്രീ ആവുക. എങ്കിൽ പ്രിയപ്പെട്ടവരെ നമുക്ക് പ്രതിഫലം ഉണ്ടാകും. അതിനാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാം കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. വിശ്വാസികളെ, സത്യവിശ്വാസികളെ, ഈ പള്ളിയിൽ ഇരിക്കുന്നവരെ നിങ്ങളോടാണ്, നമ്മളോടാണ്. കുതിബ അലൈക്കുമുസ് സിയാം കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും. നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ ആളുകൾക്ക് നിർബന്ധമാക്കപ്പെട്ടതുപോലെ നിർബന്ധമാണ് അല്ലേ? പല ആളുകളും നമ്മളെ നാട്ടിലൊക്കെ, എന്നോട് ക്ഷമിക്കണം, തെരുവോര കച്ചവടങ്ങൾ നടത്തുന്നവരും മറ്റുള്ള ചില കച്ചവടങ്ങളിലേക്ക് ഏർപ്പെടുന്ന ആളുകളൊക്കെ പച്ചക്ക് തിന്നാണ് പകലൊക്കെ ഹോട്ടലിൽ കയറിയിട്ട്. ആര് ദാവൂദും സുലൈമാനും ഇബ്രാഹിമും യൂനുസും യൂസുഫും അബൂബക്കറും ഉമറും ഉസ്മാനും തിന്നാണ് കയറിയിട്ട് ഹോട്ടലിൽ, ഒരു ഉളുപ്പില്ലാതെ. എന്നിട്ട് തെരുവോരങ്ങളിൽ നടന്ന് അങ്ങാടി പശുക്കളെ പോലെ ചവച്ച് നടക്കുകയാണ് റമളാനിൽ. ഉളുപ്പില്ലാത്തവർ, റമളാനിനോടുള്ള മര്യാദ പോലും കാണിക്കാത്തവർ, മുസൽമാന്റെ ഐസത്ത് നഷ്ടപ്പെടുത്തുന്നവർ, അവരുടെയും കൈക്ക് പിടിക്കണം നമ്മളെല്ലാവരും. ദയവ് ചെയ്ത് നിങ്ങൾ ഈ പണിയെടുക്കരുതെന്ന് പറയണം. ചില ആളുകൾ അങ്ങനെ നശിപ്പിക്കുന്നു നമ്മുടെ പ്രതാപം. വലില്ലാഹിൽ ഐസത്ത് വലിറസൂലിഹി വലിൽ മുഅ്മിനീൻ. ഒരു മുഅ്മിനിന് അല്ലാഹുവിന്റെ റസൂൽ അല്ലാഹും റസൂലിലും പറഞ്ഞ് അതിന്റെ തൊട്ടുപിന്നിൽ നിന്ന് ആ ഇസ്സത്ത് മുഅ്മിനെ നിനക്കുമുള്ളതാണെന്ന് ഖുർആനിൽ. ആ ഇസ്സത്താ നശിപ്പിക്കുന്നത് പലരും. പറ്റൂല പ്രിയപ്പെട്ടവരെ. അവിടെയാണ് നമുക്ക് നിർബന്ധമാക്കിയിട്ടുണ്ട് എന്ന കാര്യം നമ്മൾ മറക്കാതെ പോകരുത്. കയ്യിന്നോൾ നോറ്റാൽ മതി എന്നല്ല പറഞ്ഞത്, നിർബന്ധം. ഷഹാദത്ത് കലിമ പറഞ്ഞു, നമസ്കാരം പറഞ്ഞു, സക്കാത്ത് പറഞ്ഞു, പിന്നെ പറഞ്ഞു വതസൂമു റമളാൻ. റമളാനിലെ നോമ്പ് നിർബന്ധമാണ്. അത് ആർക്കെങ്കിലും ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ എന്നിങ്ങനെ ആയത്തിൽ ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓതി. അതിന്റെ തൊട്ടു മുന്നത്തെ ആയത്തിൽ പറഞ്ഞു അയ്യാമൻ മഅദൂദാത്ത് ഫമൻ കാന മിൻകും മരീദൻ ഔ അലാ സഫറിൻ ഫഇദ്ദത്തും മിൻ അയ്യാമിൻ നുഖർ. ആരെങ്കിലും രോഗിയോ യാത്രക്കാരനോ ആണെങ്കിൽ ഓൻ പിന്നീട് അത് വിട്ടണം എന്ന് പറഞ്ഞാൽ BTM-ൽ നിന്ന് HSR-ലേക്ക് പോകുന്നു നോക്കണ്ടെന്നല്ല. അവൻ അങ്ങേയറ്റം ഗുരുതരമായ പ്രയാസമുള്ള യാത്രക്കാരനാണെങ്കിൽ പ്രിയപ്പെട്ടവരെ അവന് ഇളവുണ്ട് എന്നതൊഴിച്ചാൽ, എന്നാലോ ഇത് നോറ്റുവിട്ടൽ മസ്റ്റാണ്. എത്ര കൊല്ലം കഴിഞ്ഞാലും നോക്കണം, നിർബന്ധം. പ്രിയപ്പെട്ട സഹോദരിമാരോട്, ഒരുപാട് കടങ്ങൾ ഉണ്ടാകും നിങ്ങളെ അക്കൗണ്ടിൽ. ഏത് കടം? ഒരുപാട് നോമ്പുകൾ നോൽക്കാത്തവരാ നിങ്ങൾ. ഒരുപാട് നോമ്പുകൾ നോൽക്കാത്തവരാ നിങ്ങൾ. സാറേ, അത് ഞങ്ങൾക്ക് അതല്ലേ, ഞങ്ങൾക്കിതല്ലേ, ഞങ്ങൾ റമളാനിൽ പ്രസവിച്ചു കിടന്നതല്ലേ എന്നൊന്നും പറയണ്ട. ബാക്കിയുള്ള മാസങ്ങളും ദിവസങ്ങളും നിങ്ങളുടെ പിന്നാലെ ഉണ്ടായിരുന്നു. നോറ്റിട്ടുണ്ടോ? ആലോചിക്കണം നമ്മളെല്ലാവരും. അത് നോൽക്കാൻ പറ്റാത്ത അത്രയും പ്രയാസത്തിൽ കിടക്കുന്നവർക്കാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിന്റെ പ്രായശ്ചിത്തം പറഞ്ഞിട്ടുള്ളത്. അവർ തന്നെ വീണ്ടും ആരോഗ്യവാന്മാരായാൽ അവർക്ക് നോൽക്കലാണ് ഉത്തമമെന്നാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതായത് ഇത് എന്തില്ല, ഇത് മാഞ്ഞങ്ങട്ട് പോവില്ല, ഇത് നോറ്റ് വീട്ട് തന്നെ വേണം പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഏറ്റവും നല്ലതെന്താ? ആ നോൽക്കലിൽ റമളാനിൽ തന്നെ നോൽക്കുന്നതാണ്. അവിടേക്ക് നമ്മളുടെ ശ്രദ്ധയുണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. ചില്ലറ കൂലിയല്ല അതിനുള്ളത്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം പറഞ്ഞു, കുല്ലു അമലി ഇബ്നു ആദമ ലഹു ഇല്ല സിയാം ഫഇന്നഹു ലീ വഅന അജ്സി ബിഹി. മനുഷ്യന്റെ കർമ്മങ്ങൾ മുഴുവനും അവനുള്ളതാണ്, നോമ്പൊഴികെ.
അല്ല പറയാണത്രേ, നിശ്ചയം അതെനിക്കുള്ളതാണ്, അതിന്റെ പ്രതിഫലം നൽകുന്നത് ഞാനാണ് എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള ഇബാദത്തിന് പ്രതിഫലം നൽകുന്നത് അള്ളാഹു തന്നെയാണ്. പക്ഷെ അല്ല പറയണേ, ഇത് എന്താ ഇങ്ങനെ പറയാൻ കാരണം? പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു, അതിന്റെ പ്രാധാന്യവും അതിന് ലഭിക്കുന്ന പ്രതിഫലവും നമുക്കൊരിക്കലും നിർവചിക്കാൻ പറ്റാത്ത വിധത്തിലാണ് ഓരോരുത്തർക്കും. എല്ലാവർക്കും ഒരേ പ്രതിഫലമല്ല. ഓരോരുത്തരുടെയും ത്യാഗമനോഗതമായ അവസ്ഥകൾ വേറെ വേറെയാണ്. ഒരു മനുഷ്യൻ നോമ്പ് നോൽക്കുന്നു, അവൻ ബാംഗ്ലൂരിലാണ്, ബാംഗ്ലൂരിന്റെ തോന്നിവാസ കേന്ദ്രങ്ങളിൽ ജോലി ചെയ്യുന്നവനാണ്. മീൻസ് ഏറ്റവും മോശമായ രംഗങ്ങൾ കാണാനും ഏറ്റവും മോശമായത് കേൾക്കാനും അതേപോലെ ഏറ്റവും മോശമായ തരത്തിലുള്ളതെല്ലാം അനുഭവപ്പെടാനും സാധ്യതയുള്ള ഒരു സ്ഥലത്ത് നോമ്പ് നോക്കുന്നവനും നോമ്പ് നോക്കിയിട്ട് വീട്ടിന്റെ സിറ്റ് ഔട്ടിൽ എന്തെങ്കിലും വെച്ച് വായിച്ചിരിക്കുന്നവനും തമ്മിലുള്ള ത്യാഗത്തിന് വ്യത്യാസമുണ്ട് പ്രിയപ്പെട്ടവരെ. മനസ്സിലായില്ലേ? ചില ആളുകൾക്ക് തൊണ്ട വേഗം ഉണങ്ങും, ചില ആളുകൾക്ക് വെള്ളം ശരീരത്തിൽ കുറഞ്ഞാൽ പ്രയാസങ്ങൾ ഉണ്ടാകും, ചില ആളുകൾ തലചുറ്റി വീഴും, ചില ആളുകൾക്ക് സഹിക്കാനാവില്ല, നിൽക്കാനാവില്ല. ഇങ്ങനെയൊക്കെയുള്ള പ്രതിസന്ധികളുള്ള ആളുകൾ ഉണ്ടാവും. എന്നാൽ ചില ആളുകൾ അരോഗതികാത്തന്മാരായിരിക്കും. പ്രതിഫലം വ്യത്യസ്തം, പ്രതിഫലം വെവ്വേറെ. ത്യാഗത്തോടുകൂടി നോമ്പ് നോൽക്കുന്നവനെ നിനക്ക് ലേശം അധികം കിട്ടും. പ്രയാസമുള്ളവനെ അള്ളാഹു എന്നെ പ്രയാസപ്പെടുത്തുകയാണല്ലോ എന്ന് വിചാരിക്കേണ്ട. ഒരു പ്രയാസവും അള്ളാഹു ഇതിൽ നിന്ന് ഉദ്ദേശിച്ചിട്ടില്ല. നമ്മുടെ പ്രയാസത്തിനനുസരിച്ചുള്ള പ്രതിഫലം ഉറപ്പാണ്. അതുകൊണ്ട് എന്ത് വേണ്ട, അതുകൊണ്ട് എന്ത് ചെയ്യണം എന്നറിയോ? എല്ലാവരും ഒരുങ്ങണം. നമ്മൾ വിചാരിക്കും ഓന് സ്കൂളിൽ വെയിലൊക്കെ കൊണ്ട് കഷ്ടപ്പെട്ട് വന്നോനാ, ഓനെ ഒന്നരാടനാ ഞാൻ നോക്കുന്നത്. പറ്റൂല, നോപ്പിക്കണം. ആരും വിടരുത്. നമ്മൾ എല്ലാരും മാക്സിമം നോമ്പ് നോൽപ്പിക്കുക. അതിലൊരു കാരുണ്യവും ആരും കാണിക്കണ്ട. ഓന് ക്ഷീണിച്ചിട്ടാണ്. ചില ആളുകൾ എന്ത് ചെയ്യും, ഈ 4ാമത് ഇസ്ലാം കാര്യങ്ങളിൽ 4ാമത് പറഞ്ഞ നോമ്പ് നോക്കും, 2ാമത് പറഞ്ഞ നിസ്കാരം ഉണ്ടാവില്ല അമ്പകയിൽ. ശരിയല്ലേ? 4ാമത്തെ നോമ്പ് നോക്കാൻ 2ാമത്തെ നിസ്കാരം ഉണ്ട്. ഇപ്പൊ റമദാനായ കുറച്ച് ആളുകൾ അവർക്ക് നമ്മുടെ നാട്ടിലൊക്കെ, എന്നോട് ക്ഷമിക്കണം എല്ലാവരും, നമ്മുടെ നാട്ടിലൊക്കെ സ്ഥിരം പള്ളിയിൽ വരുന്നവർക്കൊക്കെ സ്ഥലം കിട്ടൂല. ഇനി സ്ഥിരം ഉള്ളെടുക്കുന്നവർക്കും സ്ഥിരം മൂത്രയിക്കുന്നവർക്കും സ്ഥലമേയും കിട്ടൂല. ഓർക്ക് ജമാഅത്ത് നഷ്ടപ്പെടും. എന്തുകൊണ്ട്? ഒരു ടീം ഇറങ്ങാനുണ്ട്. കളിയാട്ടത്തിന് കച്ചവടക്കാർ വരുന്ന പോലെ ഓലി ഒരു മാസം തകൃതിയായിട്ട് ഒരു തൊപ്പിയും ഒരു അത്രയിലായിട്ട് അങ്ങനെ ഇറങ്ങും. ആയിക്കോട്ടെ, പക്ഷെ കളിയാട്ടം കഴിഞ്ഞിട്ട് അവർ അടുത്ത കളിയാട്ടത്തിന് പിന്നെ വരിക. കളിയാട്ടം കഴിഞ്ഞാൽ അവർ പിരിഞ്ഞു പോകും. അത് പറ്റൂല. അങ്ങനെയുള്ളവർക്കൊന്നും ഓഫർ കിട്ടൂലട്ടോ. 11 മാസം സജീവമായി പള്ളിയിലുള്ളവനാണ് 12ാമത്തെ റമദാൻ എന്ന മാസത്തിലേ ഓഫറുള്ളൂ. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഇനി എന്താ, ഒരാൾ തീരുമാനിക്കണം ഇൻഷാ അല്ലാഹ് റമദാൻ മുതൽ. അങ്ങനെയാണെങ്കിൽ ഓക്കെ, അവർക്ക് മുന്നിൽ സ്ഥലം കൊടുത്തോളൂ. അല്ലാത്ത പരിപാടി ഉണ്ടല്ലോ, അതൊക്കെ അള്ളാഹനെ പറ്റിക്കുന്ന പരിപാടിയാണ്. അതൊക്കെ മറച്ചു എനിക്ക് മനസ്സിലാവില്ല എന്നാ വിചാരിക്കുന്നത്. അതുകൊണ്ട് റമദാനിൽ നമ്മൾ എല്ലാവരും സജീവമാകുക. റമദാനിന്റെ ഓഫർ നിങ്ങൾക്കറിയോ? ഒരു ഹറഫ് ഓതിയാൽ 10 പ്രതിഫലം മിനിമം. അലിഫ് ലാം മീം എന്ന് 3 അക്ഷരം 3 ഹർഫ് ഓതിയാൽ 30 പ്രതിഫലം മിനിമം. അങ്ങനെ എത്ര അക്ഷരമുണ്ട് പരിശുദ്ധ ഖുർആനിൽ പ്രിയപ്പെട്ടവരെ. റമദാനിൽ സജീവമാക്കുക, മക്കളെ തയ്യാറെടുപ്പിക്കുക. എല്ലാരും കഴിഞ്ഞ കൊല്ലം എടുത്തു വെച്ച ഖുർആൻ ഉണ്ടല്ലോ, അതൊന്ന് തുടച്ചിട്ട് എടുത്തു വെക്കുക. പിന്നെ വെക്കരുത് മേലോട്ട്. അവിടുന്ന് അങ്ങോട്ടൊരു തുടർച്ചയായിരിക്കണം മരണം വരെ. നാളെയോ മറ്റന്നാളെയോ ഞാൻ മരിക്കും ഇങ്ങനെ പറയാ. ഫാമിലിയിൽ എപ്പോഴും പറയുക, മക്കളെ നമ്മുടെ കൂട്ടത്തിൽ ആരാദ്യം മരിക്കാൻ അറിയോ എന്ന് ചോദിക്കുക. ചിലരോട് പറയുക മിണ്ടിപ്പോരുതെന്ന് പറയും. മിണ്ടണം നമ്മളെല്ലാരും. അതിങ്ങനെ അതിനെപ്പറ്റി പറയാം. അത് പറ്റി പറഞ്ഞിട്ട് പിറ്റേന്ന് ഇയാൾ മരിച്ചാൽ ഓൻ പറഞ്ഞതുകൊണ്ട് ഓൻ പറഞ്ഞില്ലെങ്കിൽ മരിക്കൂല ഇയാള്. നമ്മൾ മരണത്തെ ഓർമ്മപ്പെടുത്തണം. ഭാര്യനോട് ചോദിക്കണം, ഞാനും നീയും നമ്മളിൽ ആരാണ് ആദ്യം മരിക്കുക? ചിന്തിച്ചിട്ടുണ്ടോ നോക്കുക. ഞാൻ മരിച്ചാൽ എന്തായിരിക്കും എന്റെ അവസ്ഥ? നീ മരിച്ചാൽ ഞാൻ എങ്ങനെയാ ജീവിക്കുക? അങ്ങനെയുള്ള ഓർമ്മപ്പെടുത്തലുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ, ഭയങ്കരമായിട്ട് ഗുണം ചെയ്യും. അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്ന ദിവസം അന്ന് നമ്മുടെ ഭാര്യയുടെ സ്വഭാവം, നമ്മുടെ ഭർത്താവിന്റെ സ്വഭാവത്തിന് വരെ ചേഞ്ച് കാണാം. നമുക്ക് ഇബാദത്തിൽ ചേഞ്ച് കാണാം, ഇബാദത്തിൽ ചേഞ്ച് കാണാം, നമസ്കാരത്തിൽ ചേഞ്ച് കാണാം, സ്വഭാവത്തിൽ ചേഞ്ച് കാണാം. അതുകൊണ്ട് മരണത്തെ ഉണർത്തുക. ആ മരിക്കുന്നതിന്റെ മുമ്പ് അമലു സ്വാലിഹാത്ത് വേണം. അതിന് ഈ ഒരൊറ്റ റമദാൻ മതി പ്രിയപ്പെട്ടവരെ. ഈ റമദാനിൽ എന്റെ ഖുതുബ സാഗോദം ശ്രദ്ധിച്ച് അത് നെഞ്ചിലേറ്റി ഈ 30 ദിവസങ്ങൾ ഇൻഷാ അല്ലാഹ് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഖിദ്മത്ത് ചെയ്ത് ഇബാദാത്തുകളിൽ സജീവമായി ഞാൻ നിലകൊള്ളുമെന്ന് ഉറക്കെ തീരുമാനിക്കുന്ന ഒരു മനുഷ്യൻ, മുസൽമാന്, അടുത്ത റമദാനിന്റെ മുമ്പ് അയാൾ മരിച്ചിട്ടുണ്ടെങ്കിൽ സകലമായ പാപങ്ങളും അല്ലാഹു പുറത്ത് സ്വതം ചെയ്യപ്പെട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ റയ്യാൻ എന്ന കവാടത്തിലൂടെ അയാൾ പ്രവേശിക്കും. അത് നോമ്പുകാർക്ക് മാത്രമുള്ള കവാടമാണ്.
സ്വർഗത്തിന്റെ 8 കവാടങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു 8 കവാടങ്ങളിലൂടെ പ്രവേശിക്കുന്ന അല്ലാഹുവിന്റെ ഔലിയ, അമ്പിയാക്കൾ കഴിഞ്ഞാൽ അല്ലാഹു ഏറ്റവും ഇഷ്ടപ്പെട്ട മനുഷ്യൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. 8 കവാടങ്ങളിലൂടെയും അദ്ദേഹത്തിന് പ്രവേശിക്കാമെന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരൊറ്റ സുന്നത്ത് നോമ്പ് പോലും ഒഴിവാക്കാത്ത സഹാബി. സുബ്ഹാനല്ലാഹ്, ആലോചിച്ചു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂലിന്റെ സദസ്സിൽ ഇങ്ങനെ മജ്ലിസിൽ സഹാബത്ത് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇന്ന് ആരെങ്കിലും രോഗിയെ സന്ദർശിച്ച ആരെങ്കിലും ഉണ്ടോ നമ്മുടെ കൂട്ടത്തിൽ എന്ന് ചോദിച്ചു. എഴുന്നേറ്റ് നിന്നു മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, ഇന്ന് ജനാസയെ അനുഗമിക്കാൻ തൗഫീഖ് കിട്ടിയ ആരെങ്കിലും? എഴുന്നേറ്റ് നിന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, ആരെങ്കിലും സുന്നത്ത് നോമ്പ് എടുത്തിട്ടുണ്ടോ? എഴുന്നേറ്റ് നിന്നു അതേ സഹാബി മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. പ്രവാചകന്റെ തുടരെയുള്ള ചോദ്യങ്ങൾക്കെല്ലാം യെസ്. ആ സഹാബിയാണ് 8 കവാടങ്ങളിലൂടെ 8ലൂടെയും പ്രവേശിക്കാനുള്ള യോഗ്യത വാങ്ങിയ അദ്ദേഹം മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. റമളാനിലൊക്കെ ഇറങ്ങിത്തിരിക്കുക ചെയ്യുക. എല്ലാ കെട്ടുംപൊളിയും എല്ലാം റെഡിയായിരിക്കും. എല്ലാ സുന്നത്ത് നിസ്കാരവും, എല്ലാ ഫർള് ജമാഅത്തും, ഒരാളും ഒരു യാചകനും തന്റെ മുന്നിൽ നിന്ന് അദ്ദേഹം എനിക്ക് തന്നിട്ടില്ലെന്ന് നാളെ റബ്ബിനോട് പറയാത്ത വിധം അതീവ ഉദാരത, ഗംഭീരമായ ഉദാരത വാരിക്കൊടുക്കുന്ന, അയാളുടെ കടം മാറുന്നത്രേ, അയാളുടെ പ്രയാസം മാറുന്നത്രേ, അയാളുടെ ആവശ്യങ്ങൾ തീരുന്നത്രേ. അല്ലാതെ എല്ലാ കൊല്ലവും വാങ്ങുന്ന ഒരാളും കൊടുക്കുന്ന ഒരാളുമായിട്ടുള്ള സംവിധാനം ഇസ്ലാമിലില്ല. കൊടുത്തവൻ കിട്ടിയവൻ അടുത്ത കൊല്ലം കൊടുക്കുന്നവനാകണം. അതേ കൊടുക്കണം നമ്മളെല്ലാവരും. അങ്ങനെ പ്രിയപ്പെട്ടവരെ, എല്ലാ കാര്യത്തിലും സജീവമാകുക. ഈ റമളാൻ എന്നത് നമുക്ക് കിട്ടുന്ന ഏറ്റവും അവസാനത്തെ അവസരമായിരിക്കാം നമ്മൾ മരിക്കുകയാണെങ്കിൽ. മരിക്കോ ഇല്ല എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം അയ്യുഹന്നാസ് ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ് ഉസീകും വഇയ്യായ സാനിയം ബിതഖ്വല്ലാഹ്. റമളാൻ ഏറ്റെടുക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്ന ഹദീസിൽ, പാപമോചനം ലഭിക്കും അയാൾക്ക്. എന്തെല്ലാം പാപം കഴിഞ്ഞവരാ നമ്മളെല്ലാവരും പ്രിയപ്പെട്ടവരെ. നാട്ടുകാർക്ക് അറിയുന്ന പാപങ്ങൾ തന്നെ ഉണ്ട് 100 എണ്ണം നമ്മുടെ പേരിൽ. നാട്ടുകാർക്ക് അറിയുന്നത്, ഭാര്യക്ക് അറിയുന്നതുണ്ട് 200 എണ്ണം, മക്കൾക്ക് അറിയുന്നതുണ്ട് 300 എണ്ണം, ആർക്കും അറിയാത്തതുണ്ട് 1000 എണ്ണം, 1000 എണ്ണം. കൂട്ടിക്കൊള്ളി എല്ലാവരും. ഇതൊക്കെ അങ്ങോട്ട് അള്ളാഹു പുറത്തു വരുന്ന പറഞ്ഞത്. من صام رمضان إيمانا واحتسابا غفر له ما تقدم من ذنبه. വിശ്വാസത്തോടെയും പ്രതിഫലേച്ഛയോടുകൂടിയും ആരെങ്കിലും നോമ്പെടുത്താൽ, വെറുതെ എല്ലാവരും എഴുന്നേറ്റ് പത്തായത്തിന് എഴുന്നേറ്റു, രാവിലെയും ഉച്ചക്കും വീട്ടിൽ ഭക്ഷണം ഇല്ലാത്തതുകൊണ്ട് നോമ്പെടുക്കേണ്ടി വന്നു, ഏതോ മഗ്‌രിബിലേതോ പള്ളിയിലെത്തിയപ്പോൾ നല്ല നോമ്പുറ കണ്ടു, അവിടെ നോമ്പും തുറന്നു, ഓനില്ല. പ്രതിഫലേച്ഛയോടുകൂടി, നിയ്യത്തോടു കൂടിയിട്ട് മനസ്സിൽ കരുതണം, നാളെ ആ നോമ്പ് നോക്കുന്നു. ആ കരുതലാണ് നിയ്യത്ത്. വിളിച്ചു പറയാൻ നിലവിളിക്കൊന്നും വേണ്ട. ആ കരുതൽ, തോന്നൽ. നാവ് ഇങ്ങനെ പറയുന്നതുകൊണ്ട് മനസ്സിലെത്തണമെന്നൊന്നുമില്ല. നേരെ മറിച്ച് മനസ്സിൽ വിചാരിച്ചാൽ നാവിന്റെ ആവശ്യമില്ല അയാൾക്ക്. ശരിക്ക് ചിന്തിച്ചോളി നിങ്ങളെല്ലാവരും. നാവുകൊണ്ട് എന്തൊക്കെ പറയാം, മനസ്സുമായിട്ട് ഒരു ധാരണയല്ലാണ്ട് എന്തെല്ലാം പറയാം. മനസ്സിൽ കരുതുക, ഇൻഷാ അല്ലാഹ് എനിക്ക് അതിന്റെ പ്രതിഫലം വേണം. കഴിഞ്ഞ ഖുതുബയിൽ കേട്ട പോലെ തമാശ കളിക്കരുത്. കണ്ണുകളെ നിയന്ത്രിക്കണം, കാതിനെ നിയന്ത്രിക്കണം. ഉറങ്ങൽ പോലും നിങ്ങൾക്ക് അറിയോ റസൂലുള്ളാഹി, ഞാൻ ഇൻഷാ അല്ലാഹ് വരുന്നുണ്ട് അടുത്ത ഖുതുബയിൽ ഇൻഷാ അല്ലാഹ്. അമിതമായി ഉറങ്ങിയാലും പോകും നോമ്പ്, അമിതമായി ഉറക്കം ഒഴിഞ്ഞാലും പോകും നോമ്പ്. എല്ലാം സൂക്ഷിക്കുക എല്ലാവരും. ഹയാത്താക്കുക എന്നെല്ലാം പറയുന്നില്ലേ, ഹയാത്താക്കുന്നതിന്റെ എല്ലാം കഥ പോക്ക. കറക്റ്റ് സമയത്ത് ഉറങ്ങുക, കറക്റ്റ് സമയത്ത് എഴുന്നേൽക്കുക, എന്നിട്ട് നല്ല എനർജറ്റിക് ആയിട്ട് വന്നിട്ട് നിസ്കരിക്കുക. തല ചൊറിഞ്ഞ് മാന്തി ഉറങ്ങി അങ്ങനെയൊന്നല്ല, സജീവമാകുക. നമസ്കാരത്തിന് കോട്ടം വരാൻ സാധ്യതയുള്ള ഭാഗങ്ങളിൽ അതിന്റെ മുമ്പേ തന്നെ മെയിന്റനൻസ് എടുത്തു വെക്കുക. ഉറക്കം വരുന്നവരെ നല്ലോണം ഉറങ്ങിയിട്ട് വന്നോളൂ. എന്നിട്ട് ഇബാദത്തിന് മുന്നിൽ നിൽക്കുക. അവസാനം റുക്കൂയിൽ പോകുമ്പോൾ
ഇമാമിന്റെ അല്ലാഹു അക്ബറും നമ്മളെ തക്ബീറത്തുൽ ഇഹ്റാമും ഒക്കെ ഒന്നിച്ചാക്കുന്ന ആൾക്കാരുണ്ട്. ഇമാമ് റുക്കൂയിലൊക്കെ പോകാൻ നേരത്ത് ചാടി എഴുന്നേറ്റിട്ട് പടച്ചോൻ പൊട്ടനാണല്ലോ, എഴുന്നേറ്റ് നിൽക്കുമ്പോ എഴുന്നേറ്റ് നിൽക്കുക, സജീവമായിട്ട് നിൽക്കുക. ഇമാമിന്റെ കൂടെ ഇമാമിന്റെ തൊട്ടു പിറകിലായിട്ട് ഫാത്തിഹ അങ്ങനെ ഓതി ഇമാമിന്റെ സൂറത്തുകൾക്ക് സാഗൂതം ചെവി കൊണ്ട് ആ ചെവി ചെയ്യുന്ന ഓരോ അമലാണ്, ഓരോ ഹർക്കത്തുകളും കേൾക്കുക എന്നുള്ളത്. അതൊക്കെ ചെയ്തിട്ട് നല്ല നല്ല ശുദ്ധിയോടുകൂടി ഒരു മനസ്സിൽ വേറൊരു കറയില്ലാതെ സുബ്ഹാനല്ലാഹി വബിഹംദി അല്ലെങ്കിൽ സുബ്ഹാനക അല്ലാഹുമ്മ റബ്ബന വബിഹംദിക അല്ലാഹുമ്മ ഗഫിർലി സുബ്ഹാന റബ്ബിയൽ അളീം സുബ്ഹാന റബ്ബിയൽ അഅല റബ്ബന ലക്കൽ ഹംദു മിൽഅസ് സമാവാതി വമിൽഅൽ അർളി വമിൽഅ മാ ശിഅത മിൻ ഷൈഇൻ ബഅദ് എന്നൊക്കെ പറയുമ്പോൾ റബ്ബന ലക്കൽ ഹംദ്, നാദാ നിനക്കാണ് സർവസ്തുതിയും, ആകാശഭൂമികളൊക്കെയുള്ളതൊക്കെയും എന്ന നിലയ്ക്ക് എല്ലാ അർത്ഥവും മനസ്സിൽ കൊണ്ടിട്ട് നിസ്കരിക്കുക. ഉറപ്പാണ് കൂലി. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഇനിയോ പ്രിയപ്പെട്ടവരെ, നരകത്തിൽ നിന്നുള്ള ഒരു പരിചയമാണ് നോമ്പ്. അല്ലാഹുവിന്റെ റസൂൽ പറയാ, അസ്സുയാമു ജുന്നത്തും മിനന്നാർ കജുന്നതി അഹദികും മിനൽ ഖിതാൽ. നിങ്ങളിൽ ഒരാൾക്ക് യുദ്ധത്തിൽ ഉപയോഗിക്കുന്ന പരിച പോലെ നോമ്പ് എന്നത് നരകത്തിൽ നിന്നുള്ള ഒരു പരിചയാണ്. യുദ്ധത്തിൽ പരിചയമുള്ളവൻ എങ്ങനെ രക്ഷപ്പെടുമോ അതുപോലെ നോമ്പും കൊണ്ട് അല്ലാഹുവിന്റെ മുന്നിലെത്തുന്നവൻ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുമെന്നാണ്. എത്രന്നറിയോ, മൻ സാമ യൗമൻ ഫീ സബീലില്ലാഹ് ബഅദല്ലാഹു വജ്ഹഹു അനിൻ നാരി 70 ഖരീഫ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരെങ്കിലും അല്ലാഹുവിന്റെ മാർഗത്തിൽ ഒരു ദിനം നോമ്പെടുത്താൽ 70 വർഷത്തെ വഴി ദൂരം അവന്റെ മുഖത്തെ അല്ലാഹു നരകത്തിൽ നിന്ന് ദൂരോട്ടാക്കുന്ന. 70 വർഷം എത്താവുന്നത്ര ദൂരത്ത് നരകത്തിൽ നിന്ന് നമ്മൾ അകറ്റിക്കളയുന്ന ഒറ്റ നോമ്പുണ്ട്. പ്രിയപ്പെട്ടവരെ, ചെറുതല്ല ഇതൊന്നും. പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം നമുക്ക് കൈമുതലാക്കാൻ എളുപ്പമുള്ളതുമാണ്. ഇനിയോ, നോമ്പുകാരനാണ് അല്ലാഹുവിനെ കാണുക. ലിസ്വാഇമി ഫർഹതാൻ ഫർഹത്തുൻ ഇൻദ ഫിത്രി വഫർഹത്തുൻ ഇൻദ ലിഖാ റബ്ബിഹി. നാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ പറയുന്നു, നോമ്പുകാരന് 2 സന്തോഷങ്ങളുണ്ട്. ഒന്ന് നോമ്പ് തുറക്കുമ്പോഴുള്ള സന്തോഷവും, 2 റബ്ബിനെ കണ്ടുമുട്ടുമ്പോഴുള്ള സന്തോഷവും. ഈ 2 സന്തോഷവും നോമ്പുകാരനുള്ളതാണ്. ഇനിയോ, നോമ്പുകാരൻ പ്രാർത്ഥിച്ചാൽ പ്രിയപ്പെട്ടവരെ അല്ലാഹു സ്വീകരിക്കും. നോമ്പ് നോൽക്കാൻ നേരത്തുള്ള കാത്തിരിപ്പ്, നോമ്പ് തുറക്കാൻ നേരത്തുള്ള കാത്തിരിപ്പ്, അത്താഴം കഴിച്ചിട്ട് സുബഹി വരെയുള്ള സമയം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറയാ, നിർത്താതെ ദുആ ചെയ്തിരുന്ന സന്ദർഭങ്ങൾ, ആ സമയങ്ങളൊക്കെയും നമ്മളെല്ലാവരും പ്രിയപ്പെട്ടവർ. അതിന്റെ മുമ്പ് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ കാണിച്ചോളി എല്ലാവരും. സാധാരണ നമ്മൾ ഹജ്ജിന് പോകുമ്പോഴും ഉംറക്ക് പോകുമ്പോഴും ഗൾഫിൽ പോകുമ്പോഴൊക്കെ വെറുതെ ഒന്ന് സ്കാൻ ചെയ്യും, വെറുതെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യും. എന്തിന്? അവിടെ എത്തിയിട്ട് സ്വയിപ്പാണ്ടാന്ന് വിചാരിച്ചിട്ട്. അങ്ങനെയുള്ളവർക്ക്, അങ്ങനെ ചിന്തിക്കുന്നവർ ഇപ്പോഴാണ് അത് ചിന്തിക്കേണ്ടത്. റമളാനിൽ എന്താ വരുത്, ഞാൻ കുടുങ്ങിപ്പോകരുത്, റമളാനിൽ എനിക്ക് പ്രയാസം ഉണ്ടാകരുത്, ഇപ്പോഴേ നോക്കിക്കോളി. എന്നിട്ട് തയ്യാറാവുക, മാനസികമായി ആത്മീയമായി. ആത്മീയമായ തയ്യാറെടുപ്പിന്റെ ഒന്നാമത്തതാണ് കടപ്പാടുകൾ നിർവഹിക്കുക എന്നുള്ളത്. വാക്ക് പറഞ്ഞിട്ട് പാലിക്കാത്തുണ്ടെങ്കിൽ, പാലിക്കാൻ പറ്റിയിട്ടാണ് ക്ഷമിക്കണം എന്ന് പറയാം, പാലിക്കാൻ പറ്റുന്ന ഒരു വേഗം പാലിച്ചോളി. അതേപോലെ തന്നെ കളവ് പറഞ്ഞു പോയവര് പോയിട്ട് തിരുത്തിക്കോളി. ബന്ധം മുറിച്ചവർ ബന്ധം നന്നാക്കിക്കോളി. എന്താ ധൈര്യസമേതം പറയാ, പറ്റിപ്പോയി എന്ന് പറയാം. വലിയ വലിയ പ്രതികളൊക്കെ കുറ്റം സമ്മതിക്കുന്നില്ലേ? ഒരു പ്രയാസമില്ലാതെ ചിരിച്ചോണ്ടാ നമ്മൾ ടി വിയിൽ കാണുന്നത്. ഞാൻ അവിടെയാ കുഴിച്ചിട്ടത്, അവിടെയായിരുന്നു, എന്നിട്ട് പോലീസുകാരന്റെ തമാശ കിട്ടവൻ ചിരിക്കുന്നു. ഈ പ്രതി നമുക്കെന്താ നമ്മുടെ റബ്ബിനോട് പറഞ്ഞൂടെ, അല്ലാഹുവേ എനിക്ക് പുറത്തു തരണം, എന്നോട് പറ്റിപ്പോയിട്ടുണ്ട്. ആരെങ്കിലുമായിട്ടുള്ള ഇടപാടിലുള്ള തിന്മകളാണെങ്കിൽ അയാളുമായിട്ട് പെട്ടെന്ന് ബന്ധപ്പെടണം. അത് നമ്മുടെ ഈഗോ സമ്മതിക്കില്ല. പക്ഷെ ഇവിടെ നമ്മുടെ ഈഗോക്കൊരു വിലയും നമ്മൾ കൊടുക്കരുത്. ശഅബാനാണ്, ശഅബാനിൽ ഇതെല്ലാം തീർത്ത് കറകളഞ്ഞ മനസ്സുമായിട്ട് നമുക്ക് അല്ലാഹുവിനോട് തേടാം. ഒരു പ്രിയപ്പെട്ടവരെ, ഒരു മേന്മയും നമുക്ക് കുറഞ്ഞു പോകില്ല. അതുകൊണ്ട് നമുക്ക് എല്ലാവിധ റിസ്കുകളും അല്ലാഹു വാരിക്കോരി നൽകുകയും നമ്മുടെ പ്രതാപം ഉയർത്തിത്തരികയും ചെയ്യും, ഒരു സംശയവും വേണ്ട. അത്തരുണത്തിലാണ് നോമ്പുകാരനെ പടച്ച തമ്പുരാൻ സ്വീകരിക്കുക. പടച്ച തമ്പുരാൻ അത്തരുണത്തിലാണ് നോമ്പുകാരന് ഓഫറായി നൽകിയിരിക്കുന്നത്. അത് നമ്മളെല്ലാവരും ശ്രദ്ധിക്കുക. ഇനിയോ, റമദാനിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയും പ്രിയപ്പെട്ടവരെ. ഞാൻ പറഞ്ഞില്ലേ, റമദാനിൽ ഓരോ നമസ്കാര ശേഷവും 1 ജുസ് ഓതുന്ന ആൾക്ക് 5 ഖത്തം തീർക്കാൻ പറ്റും. 5 തവണ 5 റൗണ്ട് ഖുർആൻ ഓതി തീർക്കാൻ പറ്റും. ഇനി 3 നമസ്കാരങ്ങൾക്ക് ശേഷം ഓരോ ജുസ് ഓതാൻ കഴിയുന്ന ഒരാൾ വിചാരിക്കുകയാണ്, അസറും മഗ്രിബും എന്തായാലും കിട്ടൂല ഉസ്താദേ, വിട്ടേക്ക്. മഗ്രിബ്, ഇശാ, സുബഹി, ആ 3നും ഓരോ ജുസ് ഓതുന്ന ആൾക്ക് പ്രിയപ്പെട്ടവരെ 3 ഖത്തം തീർക്കാൻ പറ്റും.
ഇനിയോ ഓരോ നമസ്കാരത്തിന് ശേഷം 4 പേജ് ഖുർആൻ ഓതിയാൽ ഒരു ദിവസം പ്രിയപ്പെട്ടവരെ അയാൾക്ക് 1 ജുസ് തീർക്കാൻ പറ്റും. ഇനിയോ പാരായണം അറിയാത്തവർ നിർബന്ധമായും അത് പഠിക്കാൻ ശ്രമിക്കുക. ശാബാനിൽ മാത്രമല്ല റമളാനിലും അയാളെ പണി പഠിക്കലായിരിക്കും. ബൈഹാത്തില്ലാത്തവർ എല്ലാവരും ശ്രദ്ധിക്കുക. ആരാന്റെ ആളുകൾ ആരാന്റെ നാട്ടിൽ നിന്ന് വന്നിട്ട് ഇമാമ് നിൽക്കുന്ന ഗതികേടിലാണ് നമ്മളെല്ലാവരും ജീവിച്ചു പോകുന്നത്. പുറത്തുനിന്ന് ആള് വന്നിട്ട് നിസ്കരിക്കുന്ന അവസ്ഥ. നമ്മുടെ വീട്ടിൽ പോലും എന്തെങ്കിലും നിസ്കരിക്കാൻ ഉള്ളൊരു സന്ദർഭം വന്നു കഴിഞ്ഞാൽ ഞാൻ നിൽക്കാൻ ആരും പറയുന്നില്ല. ശരിക്കും വീട്ടുകാരനാണ് അത്ര ഇമാമ് നിൽക്കേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക. വീട്ടിലൊരു ജമാഅത്ത് ഒരു മയ്യത്ത് നമസ്കാരമൊക്കെ ഉണ്ടെങ്കിൽ വീട്ടുകാരനാണ്. മനസ്സിലായില്ലേ? ആ വീട്ടുകാരന്റെ പെർമിഷനോട് കൂടിയ മറ്റാൾ നിസ്കരിക്കുക. അപ്പൊ വീട്ടുകാരനിക്ക് നിസ്കരിക്കാൻ റോളുണ്ടെന്ന് അർത്ഥം. നമ്മുടെ അടുത്ത് എല്ലാവരുടെ അടുത്തും ഉണ്ടാവണം ചില്ലറ ആയത്തുകളൊക്കെ. പറ്റുമെങ്കിൽ ഖിയാമുൽ ലൈലൊക്കെ വരുമ്പോൾ 2 റക്അത്തൊക്കെ ഒന്ന് നമസ്കരിച്ച് നോക്കണം. അങ്ങനെ എല്ലാവർക്കും സാധിക്കും അത്. അങ്ങനെ ഉത്തമമായ ഒരു സമുദായം കുടുംബമായി നിങ്ങൾ ചിന്തിച്ചു നോക്കി. നിങ്ങൾ എല്ലാവരും മാനസികമായിട്ടൊന്ന് ചിന്തിച്ചോളി. നമ്മൾ വീട്ടിലിരുന്നിട്ട് ഒരു വാപ്പ ഇങ്ങനെ ഖുർആൻ ഓതുകയാണ്. ഒരു തവണ ഓതിയ വാപ്പ ഖുർആൻ ഓതാന്ന് ചിന്തിക്കും. ഉച്ചക്ക് ഓതുന്നു, വൈകുന്നേരം ഓതുന്നു, എല്ലാം ഓതുമ്പം ഭാര്യ നോട്ട് ചെയ്യും. ഭാര്യക്കും മനസ്സിലാവും മൂപ്പര് നല്ലോണം ഓതുന്നുണ്ട്, ഞാനും ഓതട്ടെ. ഭാര്യ പോകും, മക്കളോതും, എല്ലാവരും ഓതുന്ന അവസ്ഥ ഉണ്ടാവും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വാഹനങ്ങളിൽ എപ്പോഴും ചാവി ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്താൽ വേറെ പലതുമാണ് നമ്മൾ കേൾക്കാറുള്ളത്. അതുണ്ടാവരുത്. നമ്മൾ തൊട്ടു മുന്നേ ഓഫ് ചെയ്യുമ്പോൾ ഏത് ആയത്തിൽ വെച്ചാണ് ഓഫ് ചെയ്തത് അതിന്റെ അടുത്ത ആയത്ത് വരട്ടെ സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ പരിശുദ്ധ ഖുർആൻ കേൾക്കുകയും വായിക്കുകയും ചെയ്യുന്ന നല്ല വ്യക്തികളാകുക. അള്ളാഹു നമുക്കെല്ലാവർക്കും അതിനുള്ള സാഹചര്യം ഒരുക്കി തരും. ഇൻഷാ അല്ലാഹ് നമുക്ക് പ്രാർത്ഥിക്കാം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് ആളുകൾക്ക് റമളാനിൽ നമ്മളെപ്പോലെ സജീവമായി നിൽക്കാൻ കഴിയാത്ത വിധം രോഗികളാ. പ്രിയപ്പെട്ടവരെ, വീട്ടിൽ പോലും അല്ല, പലരും ഹോസ്പിറ്റലിലാണ്. ആ ഒരു രോഗി മാത്രമല്ല പ്രിയപ്പെട്ടവരെ, അവരുമായി ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആളുകളൊക്കെ എൻഗേജ് ആണ് ഹോസ്പിറ്റലിൽ. അവർക്കൊന്നും റമളാനില്ല, തറാവീഹില്ല, നോമ്പ് തുറയില്ല, പ്രയാസത്തിലാണവർ. അവർക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം. അർഹമുർ റഹീമീനായ തമ്പുരാനെ, ഈ റമളാൻ വരുമ്പോഴും അങ്ങനെയുള്ള ആളുകൾക്ക് പ്രയാസങ്ങൾ ദൂരീകരിച്ച് ചെറുതാക്കി ഉന്നതമായ പ്രതിഫലം നൽകി അവരെ നീ അനുഗ്രഹിക്കണമേ നാഥ. ഇപ്പോഴുള്ള ആഫിയത്ത് ഈ റമളാനിലും നമുക്കെല്ലാവർക്കും പടച്ച തമ്പുരാനെ നീ നൽകണമേ. നമുക്കെല്ലാവർക്കും എല്ലാവിധ രോഗങ്ങളിൽ നിന്നും എല്ലാവിധ അപകടങ്ങളിൽ നിന്നും പ്രിയപ്പെട്ട രോഗികൾക്കും കഷ്ടപ്പാടുള്ള ആളുകൾക്കും മക്കൾക്കും എല്ലാവർക്കും പടച്ച തമ്പുരാനെ നീ സുരക്ഷിതത്വം നൽകണമേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. توفنا مسلما وألحقنا بالصالحين. آمين برحمتك يا أرحم الراحمين. اللهم صل على محمد وعلى آل محمد.